രാജേഷ് ആർ നായർ, EMS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. നമ്മുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം ഒന്നാം തരം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും ദേശീയ തലത്തിൽ നേതാവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒക്കെയായി അനവധി കാലത്തോളം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. നമ്പൂതിരിപ്പാട് ഒരു ജാതിയല്ലേ? നമ്പൂതിരിമാരിൽ ശ്രേഷ്ഠൻ അല്ലെങ്കിൽ മേൽക്കോയ്മ, മേൽജാതി എന്ന് കണക്ക് കൂട്ടുന്ന ഒരു വിഭാഗത്തിനെയാണ് നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നതായി പഴയ ചരിത്ര രേഖകളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ കാണുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ജാതി വാൽ മാറ്റാതിരുന്നത്? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ജാതി ഉള്ളതുകൊണ്ട് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് ജാതിയുണ്ട്. നിവർത്തകർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് സമൂഹത്തിനൊക്കെ മനസ്സിലാക്കാൻ കഴിയാതെ വരും. അങ്ങനെ പറയണമെങ്കിൽ പഴയ തിരുവിതാംകൂർ എന്നൊരു രാജ്യം, അത്തരത്തിലൊരു രാജ്യം ഇന്ത്യൻ അല്ലെങ്കിൽ ഭാരത മണ്ണിൽ ഉണ്ടായിരുന്നു. അതൊരു ഏറ്റവും വലിയ സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. ഒരു ആണവായുധ ശക്തിയായി പോലും വളരാൻ കഴിയുന്ന തരത്തിലേക്ക് CP രാമസ്വാമി അയ്യരുടെ കാലഘട്ടത്തിൽ അതിന് പ്രവർത്തന മികവുണ്ടായിരുന്നു എന്ന്, ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നു എന്നും അറിയപ്പെടുന്നവർ വിരലിലെണ്ണാവുന്നവരായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലുള്ളൊരു രാജ്യത്തെ ഇന്നത്തെ കേരള സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ നെടുനായകത്വം വഹിച്ച ഒരു വ്യക്തിയാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പല നിയമങ്ങളും അത് നായർ തുടങ്ങി ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി വിഭാഗത്തെ മുച്ചൂടും മുടിച്ച് വ്യഭിചാരത്തിലേക്കും പട്ടിണിയിലേക്കും ആത്മഹത്യകളിലേക്കും തള്ളിവിടുന്ന പ്രവൃത്തിയായിരുന്നു എന്നുള്ളത് പിന്നീട് കാലം തെളിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നിയമസഭയിൽ പല രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള ജനപ്രതിനിധികളും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള നിയമസഭാ രേഖകളുണ്ട്. അദ്ദേഹം ദ്രോഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു